ഹലോ കൂട്ടുകാരെ, PSC ക്യാപ്സുൽ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന pH സ്കെയിലിനെ കുറിച്ചാണ്. PSCയുടെ ഒരു നിറസാന്നിധ്യം എന്ന് തന്നെ പറയാം. pH സ്കെയിൽ, pH മൂല്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒരു ലായനിയിലെ H+ അയോണുകളുടെ ഗാഢത പ്രസ്താവിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഏർപ്പെടുത്തിയ അളവ് സമ്പ്രദായമാണ് pH സ്കെയിൽ. pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലായനിയിലെ H+ അയോണുകളുടെ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാർ ഏർപ്പെടുത്തിയ അളവാണ് H+ അയോണുകളുടെ ഗാഢത പ്രസ്താവിക്കാൻ. അതാണ് മെയിൻ പോയിന്റ്. ഈ pH എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. P എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ, H ഹൈഡ്രജൻ. P സ്മോൾ ലെറ്ററിലും H ക്യാപിറ്റൽ ലെറ്ററിലുമാണ് നമ്മൾ എഴുതുന്നത്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pH എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഹൈഡ്രജൻ്റെ വീര്യം എന്നർത്ഥം വരുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് pH. അപ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ്റെ വീര്യം. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ മീൻസ് ഹൈഡ്രജൻ്റെ വീര്യം. അതിന് നമ്മൾ ഷോർട്ടായിട്ട് എഴുതുകയാണ് pH. അപ്പോൾ pH എന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? H+ ലൈനിലെ H+ അയോണുകളുടെ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. pHൻ്റെ അർത്ഥം എന്തുവാണ്? ഹൈഡ്രജൻ്റെ വീര്യം എന്ന അർത്ഥം വരുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. നെക്സ്റ്റ്, ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറാൻസൺ ആണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. pH മൂല്യം കണ്ടുപിടിച്ചത്, pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറാൻസൺ ആണ്. നെക്സ്റ്റ്, ഈ സ്കെയിലിൽ പ്രധാനമായിട്ടും 0 മുതൽ 14 വരെയുള്ള അളവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മൂല്യം ഏതാണ്? 0 മുതൽ 14 വരെയാണ്. 0 മുതൽ 14 വരെയാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 0 മുതൽ 7 വരെയുള്ളത് അസിഡിക് സ്വഭാവത്തെ കാണിക്കുന്നു. 7-ന് താഴെയുള്ള നമ്പേഴ്സ് അസിഡിക്കും 7-ന് ന്യൂട്രലായിട്ടും 7-ന് മുകളിലുള്ള നമ്പേഴ്സ് ആൽക്കലി സ്വഭാവം കാണിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, 7-ന് താഴെയാണ് അസിഡിക് സ്വഭാവം കാണിക്കുന്നത്, 7-ന് മുകളിൽ ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. ഇനി നമ്മുടെ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. LGS ലെവലിനൊക്കെ LDCക്കും ചോദിച്ചിട്ടുണ്ട്. LGS ലെവലിന് എന്തായാലും ചോദിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. pH മൂല്യം 7-ൽ കുറഞ്ഞാൽ അവ ആസിഡും pH മൂല്യം 7-ൽ കൂടിയാൽ അവ ബേസുമാണ്. pH മൂല്യം 7-ൽ കുറഞ്ഞാൽ അത് ആസിഡും pH മൂല്യം 7-ൽ കൂടിയാൽ അവ ബേസുമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? H+ അയോണുകളുടെ ഗാഢത പ്രസ്താവിക്കാനാണ് pH സ്കെയിൽ ഉപയോഗിക്കുന്നത്. pH സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. എന്താണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ്റെ വീര്യം എന്നാണ് അർത്ഥം. ഹൈഡ്രജൻ്റെ വീര്യം എന്ന അർത്ഥം വരുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് pH എന്ന് പറയുന്നത്. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറാൻസൺ ആണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവുകൾ എങ്ങനെയാണ്? 0 മുതൽ 14 വരെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 7-ന് താഴെ, 7-ൽ കുറഞ്ഞാൽ അവ ആസിഡായിട്ടും 7-ൽ കൂടിയ അവ ആൽക്കലി ആയിട്ടുമാണ് നമ്മൾ കണക്കാക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, ആസിഡും അല്ല ആൽക്കലി അല്ല, ന്യൂട്രലായിട്ടുള്ളതാണ് 7 കാണിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ഇനി നമുക്ക് കുറച്ച് ലായനികളുടെ pH മൂല്യം കണ്ടുപിടിക്കാം. pH മൂല്യം പറയാം. എന്തുവാണ് അതിൻ്റെ pH മൂല്യം എന്ന് നമുക്ക് നോക്കാം. ആമാശയരസം, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണ്? 1.6 to 1.8. വളരെ ഗാഢത കൂടിയതാണ്. 1.6 to 1.8. നാരങ്ങ വെള്ളം 2.4 ആണ് നാരങ്ങ വെള്ളത്തിൻ്റെ pH മൂല്യം. വിനാഗിരി 2.9. വിനാഗിരി 2.9. ബിയർ 4.5 ആണ് ബിയറിൻ്റെ
പി എച്ച് മൂല്യമാണ്. ബിയർ കഴിക്കുന്നവരൊക്കെ ആലോചിക്കുക, അസിഡിക്കാണ് നമ്മൾ കഴിക്കുന്നതെന്ന്. അസിഡിറ്റി കൂടിയ സാധനമാണ് എന്ന് വെച്ചാൽ 7ൽ നിന്ന് താഴോട്ട് വരുംതോറും ഗാഢത കൂടിക്കൊണ്ടിരിക്കും. കാപ്പി 5, ചായ 5.5. അതിന് ഞാൻ ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചായയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം അതിനൊരു പോയിൻ്റ് കൂടുതലുണ്ട്. 5.5 0.5 കൂടുതലാണ് ചായക്ക് കാപ്പിയുടെ നിനക്ക്. കാപ്പി 5, ചായ 5.5 ഇനി നമ്മളൊന്ന് വിട്ടുപോയി. അമ്ലമഴ 4 to 5.5. 4 to 5.5. ഒന്നും കൂടെ നോക്കുക നമുക്ക് ഈ പറഞ്ഞ പി എച്ച് വാല്യൂസ്. ആമാശയം 1.6 മുതൽ 1.8 വരെ ആവാം. നാരങ്ങ വെള്ളത്തിൻ്റെ 2.4 വിനാഗിരി 2.9 ബിയർ 4.5 അമ്ലമഴ 4 to 5.5. കാപ്പി 5 ചായ 5.5 ഇനി മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം എന്താണ്? 6 6 മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം. പാലെന്ന് പറയും, പാലിൻ്റെ പി എച്ച് മൂല്യം 6.5 പാലിൻ്റെ പി എച്ച് മൂല്യം. ഉമ്മിനീരിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? 6.5 7.2. അപ്പോൾ കുറച്ച് അസിഡിക്കുമാണ്, ആൽക്കലൈനും കൂടെ ചേർന്നാണ്. ഉമ്മിനീരിൻ്റെ പി എച്ച് മൂല്യം 6.5 to 7.2. ശുദ്ധജലം നമ്മൾ പഠിച്ചതാണ്. ശുദ്ധജലം 7 ന്യൂട്രലാണ്. രക്തം 7.4. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിൻ്റെ 7.4. കടൽ ജലം 8 ആൽക്കലൈനാണ്. കടൽ ജലത്തിൻ്റെ പി എച്ച് മൂല്യം 8. അപ്പോൾ മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം 6, പാലിൻ്റെത് 6.5. ലാക്റ്റിക് ആസിഡ് അസിഡിക് അല്ലേ, അതാണ് 6.7 താഴെയല്ലേ 6.5. ഉമിനീർ 6.5 to 7.2. ശുദ്ധജലം 7, രക്തം 7.4, കടൽ ജലം 8. അപ്പം ഇതിൽ കൂടുതലായിട്ടും പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ച സൊറാൻസൺ ആണ്. പി എച്ച് സ്കെയിലിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. പിന്നെ കടൽ ജലത്തിൻ്റെ പി എച്ച് ചോദിച്ചിട്ടുണ്ട് 8, രക്തത്തിൻ്റെ 7.4, ശുദ്ധജലം 7, കാപ്പിയുടേത് 5, ചായയുടെ 5.5, ശുദ്ധജലത്തിൻ്റെ 7. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.